പാലായിക്കും പാലക്കാർക്കും വെള്ളപ്പൊക്കവും ഒരു പുത്തിരിയല്ല. എന്നാൽ ഇത്തവണ നനയ്ക്കാത്ത നേരത്ത് വളരെ അപ്രതീക്ഷിതമായി കയറി വന്ന വെള്ളം പാലാ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിലാക്കിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ട, തീക്കോയി, പൂഞ്ഞാർ, വർത്താനം മേഖലകളിൽ നിന്ന് കിഴക്കൻ മേഖലകളിൽ തകർത്ത് പെയ്ത മഴയും ഉരുൾപൊട്ടലും മൂലം മീനച്ചിലാറ്റിലെത്തിയ വെള്ളമാണ് പാലാ പട്ടണത്തിൽ കനത്ത രീതിയിൽ വെള്ളം കയറുവാൻ ഇടയാക്കിയത്. എല്ലാ വർഷവും മീനച്ചിലാറ്റിലെത്തുന്ന ഒഴുകിയെത്തുന്ന വെള്ളം പാലാ പട്ടണത്തിൽ കയറിയിറങ്ങി പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോകാറുള്ളതാണ്. ഇത്തവണയും അതുപോലെ സംഭവിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത്. എങ്കിലും 2018 സമാനമായ രീതിയിലുള്ള അതിശക്തമായ വെള്ളമാണ് പട്ടണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാലാ അരുണാപുരം മരിയൻ ഹോസ്പിറ്റലിന് സമീപമുള്ള ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഇത് കൊട്ടാരമറ്റം സ്റ്റാൻഡിലേക്കുള്ള വൈക്കം റോഡിൽ നിന്ന് കൊട്ടാരമറ്റം സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ഇവിടെയും വെള്ളം കയറിയിരിക്കുകയാണ്. പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. എന്നാൽ തൊടുപുഴ റൂട്ടിൽ മാത്രം KSRTC ബസ്സുകൾ ഓടുന്നു. പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളായ മഹാറാണി ജംഗ്ഷൻ, പഴയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, റിവർ വ്യൂ റോഡ്, കുരിശുപള്ളി ജംഗ്ഷൻ, സെൻറ് തോമസ് സ്കൂൾ ജംഗ്ഷൻ, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, സെൻറ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ് ജംഗ്ഷനുകൾ എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്. പാലായിലെ വെള്ളപ്പൊക്കം എല്ലാ വർഷങ്ങളിലും ഒരേ സമയം ദുരിതവും അതേസമയവും ആവേശവും വിതറുന്ന ഒന്നാണ്.